മൂന്നാം ക്ലാസ്സിൽ 2024 നടന്ന അക്കീദ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. ചോദ്യങ്ങൾ നോക്കാം. 1. യോജിച്ചവ ചേർക്കാം. സുഗന്ധച്ചെടി, വഞ്ചന, ബുദ്ധിമാന്ദ്യം, എത്തിച്ചു കൊടുക്കൽ, ബുദ്ധി കൂർമ്മത, വിശ്വസ്തത, കളവ് പറയൽ. 1. തബ്ലിയ എത്തിച്ചു കൊടുക്കൽ. 2. ഫത്വാനത്ത് ബുദ്ധി കൂർമ്മത. 3. ഖിയാനത്ത് വഞ്ചന. 4. കദിബ് കളവ് പറയൽ. 5. ബലാദത്ത് ബുദ്ധിമാന്ദ്യം. 6. റൈഹാൻ സുഗന്ധച്ചെടി. 7. അമാനത്ത് വിശ്വസ്തത. 2. പൂർത്തിയാക്കാം. 1. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. 2. നബിമാരിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നബിമാരിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. 3. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. ഈത്തപ്പഴത്തിന് മധുരമുണ്ട്, എന്നാൽ വാസനയില്ല. ആ പാഠത്തിൽ പഠിച്ചില്ലേ ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം? ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. 4. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെയാണ്. അതിന് വാസനയില്ല, രുചി കയ്പുമാണ്. ആട്ടങ്ങ പോലെയാണ്. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെയാണ്. 5. പോരായ്മയിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ്. 3. കിതാബുകളുടെ ഭാഷ എഴുതാം. 1. ഖുർആന്റെ ഭാഷ അറബി. 2. ഇഞ്ചീല് സുറിയാനി സിറിയക്ക്. 3. സബൂറിന്റെ ഭാഷ യൂനാനി ഗ്രീക്ക്. 4. തൗറാത്തിന്റെ ഭാഷ ഇബ്രാനി ഹീബ്രു. ഇത് ലഭിച്ച നബിമാരുടെ പേര് കൂടെ പഠിച്ചു വെക്കാം. ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഞ്ചീല് ഈസാ നബി അലൈഹിസ്സലാം, സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാം, തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാം. ലഭിച്ച നബിമാരുടെ പേര് കൂടി പഠിച്ചു വെക്കാം. ഉത്തരം എഴുതാം. 1. നന്മയുടെ പ്രതിഫലം എന്താണ്? നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗം. 2. ഓരോ മനുഷ്യരുടെയും വലതും ഇടതും ഭാഗത്തുള്ള മലക്കുകൾ ആരാണ്? റക്കീബ്, അതീദ് അലൈഹിമസ്സലാം. മനുഷ്യരുടെ വലതും ഇടതും ഭാഗത്തുള്ള മലക്കുകൾ റക്കീബ്, അതീദ് അലൈഹിമസ്സലാം. 3. സത്യവിശ്വാസം എന്നാൽ എന്ത്? ഒന്നാമത്തെ പാഠത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം. 4. മലക്കുകളിൽ ഉത്കൃഷ്ടനായ മലക്ക് ഏതാണ്? അതിൻ്റെ ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളിൽ ഉത്കൃഷ്ടനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. 5. ഖുർആൻ ഇറക്കപ്പെട്ടത് എന്തിനാണ്? അതിൻ്റെ ഉത്തരം എല്ലാ കാലക്കാർക്കും ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടി. 2 വീതം എഴുതാം. 2 എഴുതിയാൽ മതി. 1. ഊലുൽ അസ്മ് എന്ന് പറയപ്പെടുന്ന നബിമാർ. 1. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2. ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
3 മൂസ നബി അലൈഹിസ്സലാം, 4 ഈസാ നബി അലൈഹിസ്സലാം, 5 നൂഹ് നബി അലൈഹിസ്സലാം. 5 നബിമാരുടെ പേരും പഠിച്ചു വെക്കുക. 2 എണ്ണം എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ഏടുകൾ ഇറക്കപ്പെട്ട നബിമാർ. ഏടുകൾ ഇറക്കപ്പെട്ട നബിമാർ. അതിൻ്റെ ഉത്തരം ആദം നബി അലൈഹിസ്സലാം, ഷീഷ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഏടുകൾ ഇറക്കപ്പെട്ട നബിമാർ, അവരിൽ നിന്ന് 2 ആളുടെ പേര് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഏടുകളുടെ എണ്ണം കൂടെ പഠിച്ചു വെക്കുക. ആദം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, ഷീഷ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 ഏടുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ. അടുത്തത് പൂരിപ്പിക്കാം. 1 എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഡേഷ് നബിതങ്ങൾ. അതിൻ്റെ ഉത്തരം എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബിതങ്ങൾ. എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബിതങ്ങൾ. അത് പഠിച്ചു വെക്കാം. 2 ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി ഡേഷ് ഷഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. യൗമൽ ഖിയാമത്തി എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും. അർത്ഥം കൂടെ പഠിച്ചു വെക്കാം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. 3ാം ക്ലാസ്സിലെ അഖീദയുടെ ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല.